ഹലോ, എല്ലാവർക്കും അടിപൊളി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രയറിൽ വെച്ച ചിക്കൻ ഗ്രില്ലാണ്. നമ്മളിതിന് മുന്നും ഷോർട്സിലെല്ലാം പല രീതിയിലുള്ള ചിക്കൻ ഗ്രിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത ഇതെല്ലാം കൂടെ കൂടി നമ്മുടെ പൊടികളിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കും മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ. എരിവ് വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളകുകൾ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ അതിൽ പച്ചമുളകൊന്നും ചേർത്തില്ല. പിന്നീട് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി കുറച്ച് നേരം മിക്സ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ കൂട്ടി യോജിച്ചതിന് ശേഷം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ടാവും. ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച ചിക്കൻ്റെ പീസ്, ഗ്രില്ലിന് വേണ്ടി ഏകദേശം ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുക. ഇതിനകത്തേക്ക് നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് നമ്മൾ എയർ ഫ്രയറിൽ വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും ഇതിന് സമയമൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 hour അല്ലെങ്കിൽ 2 hours ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ജസ്റ്റ് വെച്ച് മൂടി വെച്ച് വേണമെങ്കിൽ വെച്ച് കുറച്ചും കൂടെ സോഫ്റ്റ് ആവുമായിരിക്കും. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല. നമ്മളിതെല്ലാം ഓയിലെല്ലാം ഇതിൽ ഈ പാത്രത്തിലെല്ലാം ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോരോ പീസായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇതിൽ ഏകദേശം ഒരു 3 എണ്ണം കൊള്ളാനുള്ള സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 3 എണ്ണം വെച്ചു. എന്നിട്ട് കുറച്ച് ഗ്രില്ലിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് സവാളയും ക്യാപ്സിക്കവും കുറച്ച് വെളുത്തുള്ളിയും ഇതെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിൻ്റെ സൈഡിൽ സ്പേസുള്ള ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ വേറെ ഒട്ടും ഓയിൽ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം നിങ്ങളാ കണ്ട ആ പാത്രത്തിൽ പിടിക്കാതിരിക്കാനുള്ള ഓയിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒട്ടും ഓയിൽ ഇതിൽ ചേർക്കുന്നില്ല. അതാണ് എയർ ഫ്രയറിൽ വയ്ക്കുന്നതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതായിരുന്നു. ഇതൊരു 160 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റോളം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. നോക്ക്, ഒരു സൈഡൊന്ന് ജസ്റ്റ് കുറച്ചുകൊണ്ട് ഒന്ന് ആവാനുണ്ടായിരുന്നു. അതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അതേ അടിപൊളിയായിട്ട് നമ്മുടെ അതേ ചിക്കൻ ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാനിത് അടിപൊളിയായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.